നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വരുന്നു ഭൂമിക്കും ആധാർ കാർഡ്. ഈ മോദി ആള് ചില്ലറക്കാരനല്ല. വരുന്നു ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലെയും വസ്തുവകകൾക്ക് ആധാർ കാർഡ്. ഇനി കുറച്ചുകാലം മാധ്യമങ്ങളുടെ ഈ നിലവിളി മാത്രമാകും നാം കേൾക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും തെരുവുകളിൽ മൈക്ക് വെച്ച് ജനങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞ് അക്രമം അഴിച്ചുവിടാൻ പോകുന്നത് ഇക്കാര്യം പറഞ്ഞാകും. പല യൂട്യൂബർമാരും പ്രകൃതി സ്നേഹികളും നിലവിളികളുമായും ചാനൽ ബുദ്ധിജീവികൾ അട്ടഹാസവും പരിഹാസവുമായി എത്തുന്നതും ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് എന്ന ഒറ്റ കാര്യം പറഞ്ഞാവും. കാരണം മോദിയുടെ പുതിയ പദ്ധതിയാണ് സ്വമിത്വ. 2020 ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തിലാണ് മോദി ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, കർണാടക, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ 9 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട പൈലറ്റ് പ്രോജക്റ്റായി തുടങ്ങി ഏതാണ്ട് ഒരു വർഷത്തിൽ 50,000 ഗ്രാമങ്ങളിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് പ്രോപ്പർട്ടി കാർഡ് നൽകിയത്. അതിന്റെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലും വീട്ടിലുമെല്ലാം നിലവിളി ശബ്ദം എത്താൻ സമയമായിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ആ വാർത്ത കണ്ടത്. കേരളത്തിൽ തന്നെ വിദേശത്ത് നിന്ന് തിരികെ നാട്ടിൽ വന്നപ്പോൾ പ്രവാസി ദമ്പതികൾക്ക് അവരുടെ പേരിലുണ്ടായിരുന്ന ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മറ്റാരോ സ്വന്തമാക്കിയെന്ന്. കേരളത്തിൽ പോലും ഇതാണ് അവസ്ഥ എങ്കിൽ ജംഗിൾ രാജ് നടപ്പാക്കാൻ പോകുന്ന ബീഹാർ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരം അക്രമങ്ങൾക്ക് പരിഹാരമായാണ് മോദി സ്വമിത്വ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണകൂടം മാപ്പിംഗ് നടത്തി രേഖകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ കാർഷിക ഭൂമിയും വനമേഖലയും നഗരഭൂമിയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിൽ സ്വന്തമായി ഭൂമിയുള്ളവർക്കും കൃത്യമായ രേഖകളില്ലാത്തതുകൊണ്ടും ലോൺ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും വസ്തു ഈടായി ഉപയോഗിക്കാനും ഉടമസ്ഥാവകാശം പല കാര്യങ്ങൾക്കും ഈടായി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ എന്നോണമാണ് മോദി സ്വമിത്വ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.